മുകേഷ് അംബാനിയുടെ റിലയൻസ് ജിയോ പുതിയൊരു ക്രിപ്റ്റോ കറൻസി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ക്രിപ്റ്റോ കറൻസി കൊടുക്കുന്നത്. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു കോയിൻസ് ഏൺ ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതായത് ജിയോ കോയിൻസ് എന്നാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ പേര്. അതായത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റീചാർജ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ജിയോ ആപ്ലിക്കേഷൻസ് മറ്റ് സർവീസ് യൂസ് ചെയ്യാനും ഈ ഒരു കോയിൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് സാധിക്കും. സോ ഇതിപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ബെനിഫിറ്റ് മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾക്ക് ഇതിന്ന് ലഭിക്കും. സോ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യാമെന്നും അതുപോലെ തന്നെ എങ്ങനെ ഏൺ ചെയ്യാമെന്നുമാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തോളൂ, അവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ. അതായത് ജിയോ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ജിയോ യൂസേഴ്സിന് മാത്രമാണ് അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. അതായത് ഇതൊരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. നിങ്ങൾക്കിത് ജിയോ കോയിൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ അതായത് ജിയോ ആപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ ജിയോയുടെ മറ്റ് സർവീസും ഈസി ആയിട്ട് തന്നെ കോയിൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കോയിൻസ് ഉപയോഗിച്ച് യൂസ് ചെയ്യാൻ സാധിക്കും. ക്രിപ്റ്റോ കറൻസി എന്ന് വെച്ചാൽ ബിറ്റ് കോയിനോ അല്ലെങ്കിൽ മറ്റ് കോയിൻസ് പോലെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ സാധിക്കില്ല. അതായത് ജിയോ ആപ്ലിക്കേഷനും ജിയോ സർവീസിനുള്ളിൽ മാത്രമാണ് നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കുക. നിങ്ങൾക്ക് എന്തായാലും വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് റീചാർജ് ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ ജിയോ ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ജിയോ സിനിമ സബ്സ്ക്രിപ്ഷൻ ഏൺ ചെയ്യാനാണെങ്കിലും നമുക്ക് ഈ ഒരു ജിയോ കോയിൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് റെഡീം ചെയ്യാൻ സാധിക്കും. സോ ഇതെങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ ഇത് എങ്ങനെ ഏൺ ചെയ്യാൻ നോക്കാം. ഇതിനാണ് ജസ്റ്റ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം ജിയോ സ്പെയർ എന്നുള്ള ഈ ഒരു വെബ് ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സെറ്റ് ഡീഫോൾട്ട് എന്ന് കൊടുത്ത ശേഷം നിങ്ങൾ ഇതാണ് ഇൻ്റർഫേസ് വരുന്നത്. അതായത് ജിയോ സ്പെയറിൻ്റെ ഇൻ്റർഫേസ് ഇതാണ്. നിങ്ങൾക്കിത് ഒപ്പേര മിനി അല്ലെങ്കിൽ നിങ്ങൾ ക്രോം പോലെ തന്നെ ബ്രൗസറാണ്. നിങ്ങൾക്ക് ഒരുപാട് ന്യൂസ് റീഡ് ചെയ്യാനും അതുപോലെ തന്നെ വെബ് ബ്രൗസ് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇതിൽ മേലെ കാണുന്ന പ്രൊഫൈൽ പിക്ചർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ജിയോ വാലറ്റ് എന്നുണ്ടാവും. ഈ ഒരു ജിയോ വാലറ്റ് ആക്ടിവേറ്റ് ചെയ്യണം. ആദ്യം ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ജിയോ കോയിൻസ് ഇതിലേക്ക് നിങ്ങൾക്ക് റിഡീം ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ജിയോ കോയിൻസ് ഏൺ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ജിയോ വാലറ്റ് നിങ്ങൾ ആദ്യം ആക്ടിവേറ്റ് ചെയ്യണം. ഇതിനെ ജസ്റ്റ് സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതായത് ജിയോ മൊബൈൽ നമ്പർ നിങ്ങൾക്കിതിൽ എൻ്റർ ചെയ്യണം. അതിനുശേഷം OTP വരും. ആ ഒരു OTP ഇതിൽ എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ജിയോ വാലറ്റ് ആക്ടിവേറ്റ് ആയി. അതായത് ജിയോ വാലറ്റ് ആക്ടിവേറ്റ് ആയി ഇനി ഇതിലേക്കായിരിക്കും ജിയോ കോയിൻസ് നിങ്ങൾ സേവ് ചെയ്യുന്നത്. ഈ ഒരു ജിയോ വാലറ്റിലാണ് ജിയോ കോയിൻസ് സേവ് ചെയ്യുന്നത്. സോ ഇനി എങ്ങനെയാണ് ഈ ഒരു ജിയോ കോയിൻസ് ഏൺ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് മറ്റ് കോയിൻസ് ഏൺ ചെയ്യുന്ന പോലെയല്ല. അതായത് ഇപ്പോൾ ജിയോ കോയിൻസ് ഏൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ജിയോ സ്പെയർ എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക, ഡെയിലി യൂസ് ചെയ്യുക. ഇതിൽ നിങ്ങൾ വെബ്സൈറ്റ് സെർച്ച് ചെയ്യുക, അതുപോലെ തന്നെ മറ്റ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുക. ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ജിയോ കോയിൻസ് നിങ്ങൾക്ക് ഇതൊന്ന് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് മറ്റ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുമ്പോഴും ജിയോ കോയിൻസ് ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു നിങ്ങൾ ജിയോ വാലറ്റ് എടുത്ത് നിങ്ങൾ മേലെ കാണുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ജിയോ കോയിൻസ് യൂസ് ചെയ്യാമെന്നും ഇതെങ്ങനെ ഏൺ ചെയ്യാമെന്നൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ സർവീസിലൊക്കെയാണ് ഈ ജിയോ കോയിൻസ് യൂസ് ചെയ്യേണ്ടതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡായി തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങളൊന്ന് റീഡ് ചെയ്യുക. അപ്പോൾ ഇനി മെയിൻലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ജിയോ ആപ്ലിക്കേഷൻസ്, അതായത് ജിയോ സിനിമാസ് ആണെങ്കിലും അതുപോലെ തന്നെ മൈ ജിയോ ആപ്സ് ഒക്കെ ഉണ്ട്. അതിൽ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ജിയോ കോയിൻസ് ഏൺ ചെയ്യാൻ സാധിക്കും. സോ ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെയാണ് ഈ ഒരു ജിയോ കോയിൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തിട്ട് ജിയോ കോയിൻസ് ഏൺ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ തന്നെയായിരിക്കും. ഇപ്പോൾ ഡിസ്കൗണ്ട്സ് നിങ്ങൾക്ക് ഏൺ ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട്സ് ഏൺ ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് സർവീസോടെ നിങ്ങൾക്ക് റിഡീം ചെയ്യാനാണെങ്കിലും ജിയോ കോയിൻസ് ഏൺ ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങളിപ്പോൾ ഒരു കുറച്ച് ക്യാഷ് കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു കോയിൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി ക്യാഷ് കൊടുത്ത് നമുക്ക് ഈ ഒരു സർവീസ് യൂസ് ചെയ്യാൻ സാധിക്കും. നിലവിൽ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയാണ് ഈ ഒരു ജിയോ കോയിൻസ് വർക്ക് ചെയ്യുന്നത്. ഇനി ഫുള്ളി നമുക്ക് ജിയോ കോയിൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ സർവീസ് യൂസ് ചെയ്യാൻ സാധിക്കുമെന്ന് അറിയില്ല. പക്ഷേ ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു മറ്റ് ക്രിപ്റ്റോ കറൻസി പോലെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ സാധിക്കില്ല, പുറമേ സെയിൽ ചെയ്യാൻ സാധിക്കില്ല. ജിയോ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ജിയോ സർവീസസിൽ മാത്രമേ ഈ ഒരു ജിയോ കോയിൻസ് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിലവിൽ എന്തായാലും ഇത് ടെസ്റ്റിംഗ് മോഡിലാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു ജിയോ ബ്രൗസർ അല്ലെങ്കിൽ മറ്റ് മൈ ജിയോ ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വാലറ്റിലേക്കായിരിക്കും നിങ്ങൾ ജിയോ കോയിൻസ് സേവ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഡെയിലി വേസ് ജസ്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളൊരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്താൽ ചിലപ്പോൾ ഈ ഒരു ജിയോ കോയിൻസൊക്കെ ഏൺ ചെയ്യാൻ സാധിക്കും. സോ ഇങ്ങനെയാണ് ജിയോ കോയിൻസ് ഏൺ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.